പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ഇ.ഡി. സംഘത്തെ ആക്രമിച്ച കേസിൽ പ്രതികളായ 9 പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഡി ബിനോയ് ചേരുന്ന വിവരങ്ങളുമായി. ബിനോയ്, ഏതായാലും 9 പ്രതികൾക്കും ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? മെയ് 27-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഇ.ഡി. പരിശോധന നടക്കുന്ന സമയത്താണ്. അതിന് തൊട്ടു പിന്നാലെ പരിശോധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ വാഹനം 3 വാഹനങ്ങളാണ് തടഞ്ഞു നിർത്തുകയും ആ വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ആരോപണവും ഒപ്പം തന്നെ കുറ്റവും. ഒപ്പം ഇതിനകത്ത് 2 കേസുകൾ ചാർജ് ചെയ്തിരുന്നു. ഈ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തൽ, വാഹനങ്ങൾ അടിച്ചു തകർക്കൽ, ഒപ്പം കൊലപാതക ശ്രമം. ഇതിൽ വധശ്രമ കേസ് നിലനിൽക്കില്ല എന്ന് തന്നെ കോടതി പരാമർശം നടത്തിയിരിക്കുന്നു. അത് ഈ കുറ്റം ചെയ്തവർക്ക് ഒരു അനുകൂലമായ സ്വഭാവം തന്നെയാണ് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം ഇത് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് ഈ കേസിൽ നിന്നും വധശ്രമം ഒഴിവാക്കണമെന്ന് പറഞ്ഞ് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ ഉള്ള അവസരം കിട്ടും. കേസിൽ മൊത്തം 25 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾക്ക് നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. ഇപ്പോൾ 9 പേർക്ക് കൂടി ജാമ്യം കിട്ടിയിരിക്കുന്നു. നാളെ 4 ഹർജികൾ കൂടി വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നു. അതിൻ്റെ അർത്ഥം വരും ദിവസങ്ങളിൽ എല്ലാവരും പുറത്തു വരും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ജാമ്യം കിട്ടാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും കേസുകളിലും ഇ.ഡി. കക്ഷി ചേർന്നിരുന്നു. പക്ഷേ ഇ.ഡിയുടെ അഭിപ്രായങ്ങൾ ഹൈക്കോടതി കാര്യമായി ഇന്ന് പരിഗണിച്ചില്ല. പകരം അവർ ഹൈക്കോടതിയുടെ ഏറ്റവും വലിയ പരാമർശമായി പറയപ്പെടുന്നത് വധശ്രമം ഇതിനകത്ത് അല്ലെങ്കിൽ കേസിൽ നിലനിൽക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം വാഹനം അടിച്ചു തകർക്കൽ ഉൾപ്പെടെയുള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള കസ്റ്റഡി ഇത്രയും സമയം കസ്റ്റഡിയിൽ ഈ പ്രതികളെ സൂക്ഷിച്ചാൽ മതിയാകും എന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 9 പേർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. നേരത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതി 2 പ്രാവശ്യം ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇവർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചത്. നാളെ 4 ഹർജികൾ കൂടി എത്തപ്പെടുന്നു. എന്തായാലും കേരളത്തിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇ.ഡി. കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരുന്നു ഹൈക്കോടതി. അതിൽ അവർ പ്രധാനമായി പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിൽ നേതാക്കന്മാർക്ക് പങ്കുണ്ട്. ആ പങ്കുള്ള നേതാക്കന്മാരെ കൂടി ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും മുഖവിലയ്ക്കെടുക്കാതെ തന്നെയാണ് ഇപ്പോൾ ഈ 9 പേർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയും എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. നാളെ ബാക്കിയുള്ള ജാമ്യാപേക്ഷകൾ കൂടി പരിഗണിക്കും. ഇതിൽ രാഷ്ട്രീയപരമായി വലിയ തരത്തിലുള്ള ചർച്ച ഉണ്ടായ ഒരു കേസ് കൂടിയായിരുന്നു ഇത്. കഴിഞ്ഞ മെയ് 27-ാം തീയതി സംഭവം നടക്കുന്നതിന് തൊട്ടു പിന്നാലെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾ രക്ഷ നേടിയെത്തി. പക്ഷേ അവിടെ പോലീസ് വളയുകയും പിന്നീട് പോലീസും CPIM-ന്റെ നേതാക്കന്മാരും നടത്തിയ ചർച്ചയ്ക്ക് ഒടുവിലാണ് ഈ പ്രതിസ്ഥാനത്തുള്ളവരെ വിട്ടു നൽകാൻ തീരുമാനിച്ചത്. അതിനുശേഷം പോലീസ് ചില ചിത്രങ്ങളുടെയും ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യാപകമായ പരിശോധന നടത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് 25 പേരിലേക്ക് എത്തിച്ചേർന്നത്. ഇതിൽ ഒരാൾക്ക് നേരത്തെ തന്നെ ജാമ്യം കിട്ടിയിരുന്നു. 2 പ്രാവശ്യം ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് സെഷൻസ് കോടതിയെ സമീപിച്ചെങ്കിൽ തന്നെയും പക്ഷേ അന്ന് ഗവൺമെൻറ് ലീഡർക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. അതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് പ്ലീഡറെ മാറ്റി വേറെ ആളിനെ അവിടെ എത്തിക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും ആ കേസ് അവിടെ നിന്ന് തള്ളിയെങ്കിലും പിന്നീട് അവർ ഹൈക്കോടതിയിൽ എത്തുകയായിരുന്നു. ഹൈക്കോടതിയിലാണ് ഇപ്പോൾ അനുകൂലമായ നിലപാട് ഈ കുറ്റക്കാർക്കെതിരെ ലഭിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഏകദേശം അവർ 60-ലധികം ദിവസം ജയിൽവാസം പൂർത്തിയാക്കുകയാണ്. മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരൊക്കെ തന്നെ CPIM-ൻ്റെയും DYFI-യുടെയും തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് ഉള്ളവരാണ്. ഇത് ചില മുതിർന്ന നേതാക്കന്മാർ ഇടപെട്ട് ഈ DYFI CPIM നേതാക്കന്മാരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയ തരത്തിലും ഇ.ഡി. ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവരുടെ കേസിലും ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ചേർത്തിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി വധശ്രമവുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലാണ് ചർച്ചയാകാൻ പോകുന്നത്. കാരണം ഈ സംഭവങ്ങളിൽ ഈ വധശ്രമ കേസ് നിലനിൽക്കില്ല എന്ന് തന്നെ പ്രഥമ ദൃഷ്ട്യാ ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യം അത് ഈ പ്രതികൾക്ക് അല്ലെങ്കിൽ കുറ്റക്കാർക്ക് വളരെയധികം സഹായകരമാകും. കാരണം അവരിനി ഈ കേസിൽ നിന്ന് വധശ്രമം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം സെഷൻസ് കോടതിയെ സമീപിക്കും. അത് പക്ഷേ അവിടെ ആ കേസ് തള്ളുകയാണെന്നുണ്ടെങ്കിൽ അത് ഇനി പിന്നീട് അവർ ഹൈക്കോടതിയിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ്. അതേസമയം ഇവർ ജയിലിൽ കഴിയുന്ന സമയത്ത് തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ആ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ ഹൈക്കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു.
ശരി, എന്തായാലും പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ED സംഘത്തെ ആക്രമിച്ച കേസിൽ എന്തായാലും പ്രതികളായ 9 പേർക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചത്. D. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.